ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു, പുറത്ത് വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ നമ്മൾ ഇത് എൻ്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ, നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറേ പ്രോസസ്സൊക്കെ ഇല്ലേ. അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും. ബേസിക്കലി ഞാനൊരു എൻ്റർടൈനർ ആയിരുന്നില്ല. എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അതായത് എൻ്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ. അപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്, ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ, എൻ്റർടൈനിങ് കഴിയുമ്പോൾ പോയോ? അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നി, ആ ഒരു നിമിഷം. അപ്പോൾ ആ തോന്നലൊന്ന് പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ ഗണ്ണായിരുന്നില്ല. ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരുടെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ട്. ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ്.